ഇന്ത്യ വടകര മണ്ഡലം സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന് നേരെ സിപിഎം ഡിവൈഎഫ്ഐ ആക്രമം. പ്രകടനവുമായി എത്തിയ സിപിഎം ഡിവൈഎഫ്ഐക്കാർ പ്രഫുൽ കൃഷ്ണയുടെ വാഹനത്തിന്റെ ഫ്ളാഗ് പോസ്റ്റ് നശിപ്പിച്ചു. വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, എപ്പോഴായിരുന്നു സംഭവം? നിലവിലെ സാഹചര്യവും? സുരേഷ്, ഇന്ന് വൈകിട്ട് 5:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. സംഘടിച്ചെത്തിയ 100ഓളം വരുന്ന CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വടകരയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഫുൽ കൃഷ്ണന്റെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. പ്രഫുൽ കൃഷ്ണൻ അകത്തായതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളോ മറ്റൊന്നും സംഭവിച്ചില്ല. എന്നാൽ വാഹനത്തിന്റെ ഫ്ലാഗ് പോസ്റ്റ് വലിച്ചൊടിക്കുകയും വാഹനത്തിന് നാശനഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോതാട് ക്ഷേത്രം സന്ദർശിക്കാൻ പോയതായിരുന്നു പ്രഫുൽ കൃഷ്ണൻ. അവിടെ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുകയാണ്. അത് ഗൂഗിൾ തുടങ്ങി. ഇപ്പോൾ പ്രഫുൽ കൃഷ്ണൻ തന്നെ ചേരുകയാണ്. പ്രഫുൽ, എന്താണ് സംഭവിച്ചത്? നാദാപുരം മണ്ഡലത്തിലെ കോതോട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് എന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. എന്റെ വണ്ടി ഈ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വാഹന വ്യൂഹം എല്ലാം ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധ പ്രകടനം കടന്നുപോയി അത് തിരിച്ചു വന്നുകൊണ്ട് നേരെ എന്റെ കാറിന്റെ കൊടിമരം അത് വലിച്ച് പൊട്ടിക്കുകയും അതുപോലെ തന്നെ വണ്ടിക്ക് നേരെയുള്ള അതിക്രമത്തിന് മുതിരുകയും ചെയ്തു. അവിടെ പോലീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ എന്തൊക്കെയോ സംഘർഷ സാധ്യതയുള്ള മേഖലയാണ് എന്ന് പറഞ്ഞ് പോലീസ് എസ്കോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടൗണിൽ ഡിവൈഎഫ്ഐക്കാർ ആക്രമണം നടത്തിയ ആ ടൗണിന്റെ തൊട്ട് മുന്നിലെത്തിയപ്പോൾ പോലീസ് ജീപ്പ് പിന്മാറുകയാണ്. എന്നിട്ട് ഞങ്ങളുടെ വാഹന വ്യൂഹത്തെ സ്വതന്ത്രമായിട്ട് കടത്തിവിടുകയാണ്. അപ്പോഴേ ഞങ്ങൾ പ്രഫുൽ, ഈ അക്രമത്തിന് പോലീസ് വഴിയൊരുക്കുകയാണ് ആയിരുന്നു, അത് അങ്ങനെ വേണം സംശയിക്കാനല്ലേ? അല്ല, തീർച്ചയായിട്ടും. കാരണം ഞാൻ അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാൻ തൊട്ടിൽപ്പാലത്തേക്കുള്ള വഴിയായിരുന്നു. അവിടെ പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടൗണിൽ ഈ സംഘർഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ വാഹനത്തിന് നേരെ അതിക്രമം ഉണ്ടായിട്ടുള്ള ആ സ്ഥലത്തിന്റെ ഒരു 500 മീറ്റർ മുന്നിലെത്തിയപ്പോ ആ പോലീസ് ജീപ്പ് അവിടെ നിർത്തുകയും ഞങ്ങളെ വണ്ടികൾ മുഴുവൻ മുന്നിലേക്ക് കടത്തിവിടുകയും ചെയ്തു. അതുവരെ ഏറ്റവും മുന്നിലായിരുന്നു പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നത്. അപ്പോ പോലീസ് ബോധപൂർവമായിട്ട് ഈ അക്രമം അവിടെ നടക്കുമെന്നുള്ളതിന്റെ കൃത്യമായ ധാരണയുണ്ട് പോലീസിന്. അത്തരത്തിൽ പോലീസ് അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണ്. കാരണം ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് പിണറായി വിജയനാണല്ലോ. ഇവിടെ വടകരയിൽ വികസനത്തെ പറ്റി സംസാരിക്കാൻ CPM-ന് സാധ്യമല്ല. വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ CPM-ന് സാധ്യമല്ല. അപ്പോൾ അക്രമം അഴിച്ചുവിടണം. എപ്പോഴും സംഘർഷത്തിലൂടെ വളർന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ മേഖലകളിൽ സംഘർഷം ഉണ്ടാക്കിയാൽ മാത്രമേ അണികളെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എന്നുള്ളത് CPM-ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കോതോട് മേഖലയിൽ ഉൾപ്പെടെ അസംതൃപ്തരായിട്ടുള്ള നിരവധിയായിട്ടുള്ള CPM പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ സംഘടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അക്രമം. പ്രഫുൽ, ഈ അതിക്രമം നടത്തിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനവും? തീർച്ചയായിട്ടും. കാരണം ഇത് ഇലക്ഷൻ സമയമാണ്. ഒരു കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരാൾക്ക് നേരെ അതിക്രമം ഉണ്ടായ സമയത്ത് അത് ആ ഗൗരവത്തോടു കൂടി കാണും. ഞങ്ങൾ കൃത്യമായും പരാതികൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നന്ദി പ്രഫുൽ കൃഷ്ണ. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും ഗൂഗിളിലേക്ക്. ഗൂഗിൾ, പ്രഫുൽ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP-യുടെ തീരുമാനം. ഒപ്പം സ്ഥലത്തെ നിലവിലെ സാഹചര്യം ഏത് തരത്തിലാണ്? വടകര എന്ന് പറയുന്നത് CPM-ന് വളരെ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ഇത്തരത്തിൽ NDA-യുടെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട ചില അസ്വാരസ്യങ്ങളും മുറുമുറുപ്പുകളും ഒക്കെ ആ പ്രദേശത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് CPM-ന്റെ സ്വാധീന മേഖലയിലൊക്കെ BJP-ക്കും പ്രഫുൽ കൃഷ്ണനും അനുകൂലമായിട്ടുള്ള ഒരു തരംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രഫുൽ കൃഷ്ണന്റെ കടന്നുവരവിനെ വളരെ ഒരു ആശങ്കയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമങ്ങളായിരുന്നു ഈ CPM-ന്റെയും DYFI-യുടെയും ഭാഗത്തു നിന്നൊക്കെ നടത്തിയത്. അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് തന്നെ വേണം ഇത്തരത്തിലൊരു ആക്രമ സംഭവത്തെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ ആ പ്രദേശത്ത് സംഘർഷ സാധ്യതകളൊന്നുമില്ല. ഇതിന് ശേഷം ഒരു റോഡ് ഷോയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി തൊട്ടിൽപ്പാലം മുതൽ ഇരിങ്ങണ്ണൂർ വരെ നടക്കുന്ന റോഡ് ഷോയിലേക്ക് പങ്കെടുക്കാൻ, ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഈ റോഡ് ഷോയിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന വഴിയാണ് പ്രഫുൽ കൃഷ്ണന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. എന്തായാലും NDA തീരുമാനിച്ചതുപോലെയുള്ള റോഡ് ഷോ കുറച്ച് സമയത്തിനകം തന്നെ ആരംഭിക്കും. എന്നാൽ ഈ സംഘടിച്ചെത്തിയ ആൾക്കൂട്ടം CPM DYFI പ്രവർത്തകർ ആ സ്ഥലത്ത് തന്നെ തുടർന്നു. പക്ഷേ എന്നാൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഫുൽ കൃഷ്ണൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പോലീസിൽ പരാതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇനിയുള്ള നിമിഷങ്ങളിൽ നടക്കും. അതുപോലെ തന്നെ നേരത്തെ തീരുമാനിച്ചതുപോലെ NDA-യുടെ റോഡ് ഷോയും ആ സ്ഥലത്ത് ഇരിങ്ങണ്ണൂർ മുതൽ തൊട്ടിൽപ്പാലം മുതൽ ഇരിങ്ങണ്ണൂർ വരെ നടക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ്, അതായത് ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം ഇനി റോഡ് ഷോയിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ തീരുമാനിച്ചതുപോലെ NDA-യുടെ റോഡ് ഷോയും മറ്റ് പ്രചാരണ പരിപാടികളൊക്കെ ഇന്ന് തീരുമാനിച്ചതുപോലെ നടക്കുന്നത് തന്നെയാണ് NDA-യുടെ നേതൃത്വം. ഒപ്പം പ്രഫുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ NDA-യുടെ മുന്നേറ്റം, വടകര മണ്ഡലത്തിലുടനീളം NDA-യുടെ മുന്നേറ്റം, ഒപ്പം അവിടുത്തെ
അവികസിതമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിലുള്ള പ്രകോപനം അത് LDFിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നുണ്ട്, UDFിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് അവിടെ അതിക്രമത്തിലേക്ക് കലാശിച്ചതല്ലേ? അതെ, ആ രീതിയിൽ തന്നെ വേണം നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ. കാരണം ഒരു ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ അതിന് മറുപടി പറയാനോ ഒന്നും തയ്യാറാവാതെ CAA പോലെയുള്ള വിഷയങ്ങളെ സാധാരണക്കാർക്കിടയിൽ പോലും ചർച്ചയാക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിന്റെയും LDFിന്റെയും UDFിന്റെയും ഭാഗത്തുനിന്ന് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്താണോ വടകരയിലെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, അവിടുത്തെ തൊഴിലില്ലായ്മ, അവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ ഓരോ മേഖലയിലും ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഒരുമായി ബന്ധപ്പെട്ട സംവാദത്തിനൊന്നും CPM തയ്യാറാവുന്നില്ല. അതിനപ്പുറത്തേക്ക് CAA പോലെയുള്ള വിഷയങ്ങൾ എടുത്ത് ചർച്ചയാക്കുന്നു. ആ രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞും അവരുടെ വീടുകൾ കയറി അത് അന്വേഷിച്ചും മനസ്സിലാക്കിയും പ്രഫുൽ കൃഷ്ണൻ വളരെ നേരത്തെ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് ആ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ പ്രഫുൽ കൃഷ്ണ മണ്ഡലത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം ആ മണ്ഡലത്തിലുണ്ട് എന്ന് CPM നേതൃത്വം അല്ലെങ്കിൽ LDF നേതൃത്വം മനസ്സിലാക്കിയത് സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഒരു BJPക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു വെച്ചതുപോലെ വികസന കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. അതിന് അപ്പുറത്തേക്ക് വിഷയങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ആ മണ്ഡലത്തിന്റെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ തന്നെ ഒരു പൊതു സ്വഭാവത്തെ എത്തിവയ്ക്കാനുള്ള ഒരു ശ്രമമാണ് CPM നടത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സുരേഷ്, ഗൂഗിളൊപ്പം പ്രഫുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ DYFI CPMൻ്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. കൃത്യമായ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രകടനങ്ങൾ കടന്നു പോകുമ്പോൾ പ്രചാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ ബോധപൂർവം CPM DYFI പ്രവർത്തകർക്ക് അതിക്രമത്തിന് ഒത്താശ ചെയ്യുകയായിരുന്നു. ഈ പോലീസ് പോലും ചെയ്തത് എന്നുള്ള വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ പോലീസിൻ്റെ ഒരു അനാസ്ഥ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രകടമായ ഒരു പക്ഷപാതിത്വം ഇവിടെ അത്രത്തോളം പ്രകടവുമായിരുന്നു അല്ലേ? അതെ സുരേഷ്, പ്രഫുൽ പറഞ്ഞതുപോലെ തന്നെ ഈ കോതാട് ക്ഷേത്രത്തിലെ സന്ദർശനത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ കൂടെ പോലീസിന്റെ അകമ്പടിയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ അക്രമം നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പോലീസുകാർ പിന്തിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത് പോലീസുകാർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊരു ആശങ്കയോ അല്ലെങ്കിൽ സംശയം മുന്നോട്ടേക്ക് വെച്ചാൽ ആരും കുറ്റം പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം കോതാട് മുതൽ എക്സ്പോർട്ടായി ഉണ്ടായിരുന്ന പോലീസുകാർ പെട്ടെന്ന് പിൻവാങ്ങുന്നു. പ്രധാനമായിട്ടും പ്രഫുൽ കൃഷ്ണന്റെ റോഡ് ഷോയ്ക്കായിരിക്കും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സുരക്ഷാ സംവിധാനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാൽ റോഡ് ഷോ തുടങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ അത് ആ സ്ഥലം എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DYFIക്കാരും CPMകാരും ഇത്തരത്തിൽ എന്തെങ്കിലും അക്രമം നടത്തിയാൽ തന്നെ അതിനെ കണ്ടില്ല എന്ന് അടിക്കാം അല്ലെങ്കിൽ അത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം റോഡ് ഷോ കഴിയുന്നത് വരെ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കാലമാണ്. റോഡ് ഷോ കഴിയുന്നത് വരെയൊക്കെ ഇത്തരത്തിലുള്ള പോലീസ് എസ്കോർട്ടും അവരുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ട് ഈ റോഡ് ഷോ അവർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസ് പിൻവാങ്ങി എന്ന ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും പ്രഫുൽ കൃഷ്ണന്റെ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിന്മേൽ പോലീസിന് മറുപടി നൽകേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിലെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പൊതുസമൂഹത്തിൽ കൂടി ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് വടകരയിൽ ഉള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഈ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണോ എന്ന സംശയത്തിലേക്ക് സാധാരണക്കാരെ പോലും കൊണ്ടുവന്നെത്തിക്കുന്നതാണ്. അത്തരത്തിലൊരു പരാജയം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് നേരെ അക്രമം ഉണ്ടാവുകയും വണ്ടിയുടെ ഫ്ലാഗ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിച്ച് ഉടയ്ക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ വണ്ടി തുറക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവാം. ഈ പറഞ്ഞതുപോലെ നൂറുകണക്കിന് പ്രവർത്തകരാണ് സംഘടിച്ചെത്തിയത്. ഈ പ്രമുഖ എസ്കോർട്ട് പോയിരുന്ന പോലീസുകാർ ഒരു ഘട്ടത്തിൽ പിൻവാങ്ങുന്നു. അവരെന്തുകൊണ്ട് പിൻവാങ്ങി എന്നുള്ളതൊക്കെ ഒരു സംശയത്തിന്റെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്.